ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു സവോള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, ഒരു 2 ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില, ഒരു തക്കാളിയും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 3 ചപ്പാത്തിയാണ്. ചപ്പാത്തിയൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ നിങ്ങളെടുത്ത് നേരെ കൊണ്ടുപോയി വേസ്റ്റ് ബോക്സിലേക്ക് ഇടരുത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചപ്പാത്തി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമ്മൾ ഇവിടെ ചപ്പാത്തി കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കത്രിക വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യാണ്ട് കൈ കൊണ്ട് ചെറുതായി ചെയ്താൽ കീറിയിട്ടാലും മതിയാവും. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അത്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്ഥാനത്ത് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മുടെ സവോള ചെറുതായി കട്ട് ചെയ്തത് നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇപ്പോൾ നമ്മുടെ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് അത്യാവശ്യം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ക്യാപ്സിക്കം അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്തെന്ന് വെച്ചാൽ ക്യാപ്സിക്കത്തിന് അധികം വേവില്ലാത്തത് കൊണ്ട് നമ്മൾ അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ക്യാപ്സിക്കം ഒരുപാട് വേവിച്ച് കഴിക്കുന്നതും അത്ര നല്ലതല്ല. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവ് പോലെ തോന്നി. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത സവോളയും തക്കാളിയും ക്യാപ്സിക്കവും എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാനിവിടെ ഒരു 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചിക്കി എടുക്കാവുന്നതാണ് മുട്ട. ഒരുപാട് വലിപ്പം കുറച്ചിട്ട് ആക്കി എടുക്കരുത്. കുറച്ച് വലിപ്പത്തിൽ വേണം നമ്മൾക്കിതുപോലെ ചിക്കി എടുക്കാനായിട്ട്. ഞാൻ ഈ ഒരു വലുപ്പത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയും സവോളയും ക്യാപ്സിക്കം എല്ലാം കൂടിയും റെഡിയാക്കി എടുത്തത് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് മസാലയാണ് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഉള്ള ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുത്തത് ഗരം മസാലയാണ്. അതൊരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിതിൽ മുട്ടയും ക്യാപ്സിക്കം ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ഇനി നമ്മൾ ചപ്പാത്തി ചെറുതായി കട്ട് ചെയ്തത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പം നമ്മളിവിടെ എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് മരത്തവ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ കുത്തി കുത്തി കൊടുക്കാം. നന്നായിട്ടൊന്ന് എല്ലാവരും കൂടി മസാല ഇട്ട് കൊടുത്തതും എല്ലാവരും കൂടി ഒന്ന് ശരിക്കും ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുക്കാം. എന്നിട്ട് ഒരു സെക്കൻഡ് ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു സ്നാക്ക് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്ത വിഭവമായി. ബൈ.